പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുണ്ടാക്കുന്ന പോട്ടിൻ്റെ സൈസിന് അനുസരിച്ചുള്ള ബോട്ടിലുകൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഒരു ചെറിയ വലിപ്പത്തിലുള്ള ഒരു പെയിൻറ്റ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട, അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് അടിഭാഗവും കൂടെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ച് കട്ട് ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാസ്കിൻ ടേപ്പോ അല്ലെങ്കിൽ സെലോ ടേപ്പോ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഒന്ന് ഒട്ടിച്ച് ചേർക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്തെല്ലാം കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു മോൾഡും കൂടെ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന പോട്ടിൻ്റെ കനത്തിനനുസരിച്ച് ചെറിയൊരു മോൾഡും കൂടെ പേപ്പർ ഉപയോഗിച്ച് നല്ല കട്ടിയുള്ള പേപ്പർ എടുത്ത് വേണം അകത്തുള്ള മോൾഡ് റെഡിയാക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് സിമൻറ്റിൻ്റെ കനം പോയിട്ട് ബാക്കിയുള്ള റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് അതിനെ മാസ്കിൻ ടേപ്പും കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിച്ചെടുത്തത് നമ്മളതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പം സിമൻറ്റിൻ്റെ കനം ചുറ്റാതിട്ടിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിലിനെയും കാട്ടി ഒരു 4 ഇഞ്ച് കനം പൊക്കം കുറച്ചും കൂടെ വേണം അകത്തുള്ള പേപ്പർ മോൾഡ് റെഡിയാക്കി എടുക്കാൻ. ഇനി അതിനെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പേപ്പറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് മണലോ അല്ലെങ്കിൽ മണ്ണോ ഇട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റാണ്. സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. മണൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സിമൻറ്റും വെള്ളം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം അതിനെ നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഒരു 10 മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കണം. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന മാസ്കിൻ ടേപ്പും അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുണ്ടാക്കിയ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് കള്ളിമുൾ ചെടിയുടെ മോഡലുള്ള പോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പുറത്ത് വരുന്ന ചെറിയ രീതിയിലുള്ള വരകളൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്കെയിലും നമ്മൾ ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പോട്ടിൻ്റെ പുറത്തുള്ള വരകളൊക്കെ നല്ലവണ്ണം കുഴിച്ച് തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് അതിനെ നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എംപൈൻ്റെ സാൻഡ് പേപ്പറും കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ആ ചാലൊക്കെ നല്ല ഷേപ്പിൽ തന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരുപാട് കുറച്ച്. എന്നിട്ട് 2 ചെറിയ കമ്പിത്തുണ്ടും കൂടെ വേണം. നമുക്ക് ആ പോട്ടിൻ്റെ പുറത്തുള്ള ചെറിയ 2 ഭാഗങ്ങളും കൂടെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് നല്ല കട്ടിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള 2 ചെറിയ പീസുകൾ അതിൻ്റെ ഒരു ചെറിയ ആകൃതിയിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് വയ്ക്കുക. അത് ഏകദേശം ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ പീസുകളും കൂടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിനെയും കൂടെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ അതിൻ്റെ പുറത്തും കുറച്ച് വരകളൊക്കെ ഇട്ട് നല്ലവണ്ണം കുഴിച്ച് പേപ്പറും കൂടെ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചെറിയ പീസുകൾ നമ്മൾ പേപ്പർ ചെയ്ത് തീർന്നിട്ട് ഇനി ആ വലിയ പോട്ടിൻ്റെ പുറത്ത് നമ്മൾ ആ കള്ളിമുൾ ചെടിയുടെ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ചെറിയ അതായിട്ട് കത്തി ഉപയോഗിച്ച് ചെറിയ ഡോട്ടുകളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ കണക്ക് ചുറ്റാതെ എല്ലാ സൈഡിലും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചെറിയ പീസും കൂടെ അതിലോട്ട് ഒട്ടിച്ചേർക്കുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടിൻ്റെ ഏകദേശമുള്ള പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കളർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ആക്രിലിക്കിൻ്റെ കളർ പെയിൻറ്റ് തന്നെയാണ്. അപ്പം കളറ് കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ പോട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പം നമുക്ക് പോട്ടായിട്ടും ഷോ പീസായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.